ഇപ്പോൾ മുൻ MP NN കൃഷ്ണദാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള അറിവ്, ജയചന്ദ്രൻ്റെ ഗാനങ്ങളുടെ ഒരു ആരാധകൻ, അങ്ങനെ ഒട്ടേറെ തലത്തിൽ താങ്കൾക്ക് പ്രിയപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട, വളരെ അടുപ്പമുള്ള ഒരാളുടെ വേർപാട് എന്നതുകൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിനെക്കുറിച്ച് പറയുമ്പോൾ പി ജയചന്ദ്രനുമായുള്ള അടുപ്പത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്. നമ്മള് ഈ ചെറുപ്പകാലം മുതൽ പാട്ടിനോടുള്ള ഇഷ്ടം ആരംഭിക്കുന്നത് ചില പ്രത്യേകമായി നമ്മളെ സ്വാധീനിക്കുന്ന പാട്ടുകളിലൂടെയാണ്. അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള പാട്ടുകൾ ജയേട്ടൻ പാടിയ പാട്ടുകളാണ്. പിന്നെ കുറച്ചുകൂടി മുതിർന്നതിന് ശേഷം അദ്ദേഹവുമായി ചില ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചു. ഞങ്ങൾ പാലക്കാട് സ്വരലയ പ്രവർത്തനം ആരംഭിച്ചപ്പോ സ്വരലയ പാലക്കാടിന്റെ ഒരു കുടുംബാംഗം പോലെയായിരുന്നു ജയേട്ടൻ. ഈ അടുത്ത കാലം വരെ അദ്ദേഹം MS വിശ്വനാഥന്റെ നാട് പാലക്കാട് എലപ്പുള്ളിയിലാണ്. അപ്പൊ അദ്ദേഹം മരണപ്പെട്ടപ്പോ എലപ്പുള്ളിയിലെ ഒരു സ്ഥാപനം, സ്മാരകം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെ ഗവൺമെന്റ് ഒരു ടോക്കൺ എമൗണ്ട് ഒക്കെ ബഡ്ജറ്റിൽ വെച്ചു. അപ്പൊ അത് മെറ്റീരിയലൈസ് ചെയ്ത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നതിന് അതിന്റെ ഓരോ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ വരുമ്പോൾ അതൊക്കെ പരിഹരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ജയേട്ടൻ വിളിക്കുമായിരുന്നു. പാലക്കാട്ട് വന്ന ഞാനും എന്നെയും TR അജയനെയും കാണാതെ അദ്ദേഹം പോകുമായിരുന്നില്ല. സ്വർലയിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു. പിന്നെ എല്ലാവർക്കും, മലയാളികൾക്ക് ആകെ അദ്ദേഹത്തിന് വെറുതെയല്ല ഭാവഗായകൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മലയാളികളെ യേശുദാസ് വലിയ സംഗീതജ്ഞനാണെങ്കിലും മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുള്ളത് ജയേട്ടനാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഓരോ സ്വാധീനങ്ങൾ ഉണ്ടാവും പാട്ടുകളോട്. ഇദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും നമ്മളെ വളരെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ, എല്ലാവർക്കും എങ്ങനെയാണെന്നറിയില്ല, സ്വാധീനിച്ചൊരു പാട്ടാണ് പൂർണ്ണേന്ദുമുഖി. അത് ഒക്കെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്തും അതിനു മുമ്പും അതിനു ശേഷവും എത്ര തവണയാണ് നമ്മൾ തന്നെ അറിയാതെ പാടിയിട്ടുണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല. അത് ഒരിക്കലും അദ്ദേഹത്തോട് തന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഈ പൂർണ്ണേന്ദുമുഖിയൊന്നല്ല എന്റെ നല്ല പാട്ടുകളായിട്ട് അറിയപ്പെടുന്ന പാട്ടുകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിട്ടുണ്ട്. കുരുക്ഷേത്രം എന്നുള്ള സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുള്ള പാട്ട്, ഇങ്ങനെ ഒരുപാട്, അതൊന്നും പറയാനുള്ള ഒരു സന്ദർഭമല്ല ഇത് എന്നുള്ളത് അറിയാം. ഞാൻ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് അങ്ങയോട് ചോദിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ടായി പൂർണ്ണേന്ദുമുഖി ആ പാട്ടിന്റെ 2 വരികൾ ഞങ്ങൾക്ക് വേണ്ടി. ഇപ്പോ അത് പാടാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ, എന്നാലും ജയേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയാം, പാടാം, ശ്രമിക്കാം. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണി അതു കേട്ടു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരച്ചു. ഇങ്ങനെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള അനേകം പാട്ടുകളുണ്ട്. തൊക്കുകൾ കഥ പറയുന്നു എന്നുള്ള സിനിമയിലെ പൂവും പ്രസാദവും, പിന്നെ ഹർഷബാഷ്പം തൂകി, സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദനത്തിൽ കടഞ്ഞെടുത്ത്, ഇങ്ങനെ നമ്മളെ മലയാളികൾ ഒരു പ്രായത്തിലുള്ളവരെ, എല്ലാ തരത്തിലുള്ളവരെയും സ്വാധീനിച്ചിട്ടുള്ള ഭാവഗായകൻ എന്ന് അദ്ദേഹത്തെ വെറുതെ പറയുന്നതല്ല. ഓരോരുത്തർക്കും ഉണ്ടാവും ഇങ്ങനത്തെ ഓർമ്മകൾ. അങ്ങനത്തെ ഒരു വ്യക്തിബന്ധം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. പാട്ടുകളിലൂടെ ഉണ്ടായ ഒരു വ്യക്തിബന്ധം. ഇത് അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഇവിടെ ഇപ്പോഴും ഇതേപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം. ഞാൻ വ്യക്തിപരമായിട്ട് കുറച്ച് വൈകാരികമായിട്ട് പറഞ്ഞാൽ, ജയേട്ടനൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു പുണ്യമായിട്ട് കണക്കാക്കണം. ജയേട്ടൻ പാടുന്ന കാലത്ത്, ദാസേട്ടൻ പാടുന്ന കാലത്ത്, MT ജീവിച്ചിരുന്ന കാലത്ത് ഒക്കെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ജന്മത്തിന് കിട്ടിയ ഒരു വലിയ പുണ്യമായിട്ട് കണക്കാക്കുകയാണ്. അദ്ദേഹത്തിന്റെ വേർപാട് വളരെയധികം നമ്മളെ ദുഃഖത്തിലാക്കിയിട്ടുണ്ട്. മലയാളികളെ മുഴുവൻ, ലോകത്തുള്ള മുഴുവൻ മലയാളികളെയും, പാട്ടുപ്രേമികളായിട്ടുള്ള മുഴുവൻ മലയാളികളെയും അദ്ദേഹത്തിന്റെ വിയോഗം ദുഃഖത്തിലാക്കിയിട്ടുണ്ട്. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു.
കൈരളി എന്നെ വിളിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അവിചാരിതമായിട്ടാണ് കൈരളി വിളിച്ചത്, നന്ദി രേഖപ്പെടുത്തുന്നു. അത് ഈ പറഞ്ഞതുപോലെ പാലക്കാട് സ്വരലയ നിങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു എവിടെയോ അറിവിൻ്റെ ഒരു ഷെയ്ഡ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ദാസേട്ടനെ വിളിച്ചത്. അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് വരുമ്പോൾ ശ്രീ NN കൃഷ്ണദാസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.